നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ദില്ല മധു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച സജീവമാകുന്നതിനിടെ കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തി കെ. സുധാകരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് കെ.സി. വേണുഗോപാലിന്റെ സംഘാടക മികവ്. കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്നും കെ. സുധാകരൻ. കെ.സിയുടെ നേതൃകാലത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നും ഫേസ്ബുക്കിൽ കുറിപ്പ്. ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി നിർണായക ചുമതലകൾ നിർവഹിക്കുമ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വേണുഗോപാലിന്റെ സാന്നിധ്യം എത്രത്തോളം അനിവാര്യമാണെന്ന് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് തെളിയിച്ചതായി കെ. സുധാകരൻ. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഉണർത്താനും സ്ഥാനാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകരാനും കെ.സിക്ക് കഴിഞ്ഞു. കെ. കരുണാകരൻ, എ.കെ. ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ മഹാരഥന്മാരായ നേതാക്കളുടെ പാത പിന്തുടർന്ന് കേരളത്തെ നയിക്കാൻ കെ.സി. വേണുഗോപാലിന് സാധിക്കുമെന്ന ആത്മവിശ്വാസം പ്രവർത്തകർക്കിടയിൽ ശക്തമാണ്. ഒരു നേതാവിന്റെ മഹത്വം പദവികളിലല്ല, പ്രവർത്തന പാരമ്പര്യത്തിലാണെന്നും താഴെത്തട്ടിൽ നിന്ന് വളർന്നുവന്ന കെ.സിക്ക് മാത്രമേ പ്രവർത്തകരുടെ മനസ്സറിയാൻ കഴിയൂ എന്നും സുധാകരൻ കുറിച്ചു. പ്രതിസന്ധികളിലെ ഉറച്ച നിലപാടും പ്രവർത്തകരോടുള്ള വിനയവുമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. വെറുമൊരു നേതാവ് എന്നതിലുപരി പ്രവർത്തകരുടെ സഹയാത്രികനായി നിൽക്കാൻ കഴിയുന്നതാണ് കെ.സിയുടെ കരുത്തെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ദേശീയ നേതൃത്വത്തിന് കരുത്തു പകരുന്നതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെയും പ്രവർത്തകരെയും പ്രചോദിപ്പിച്ച് നാളെയുടെ ഭരണത്തിന് ദിശാബോധം നൽകാൻ കെ.സി. വേണുഗോപാലിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് സുധാകരൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും തിരഞ്ഞെടുപ്പ് ശേഷവും നീണ്ടുനിന്ന മുഖ്യമന്ത്രി ചർച്ച ദേശീയ നേതാക്കൾ ഇടപെട്ടാണ് അവസാനിപ്പിച്ചത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച സജീവമാകുന്നതിനിടെയാണ് കെ. സുധാകരന്റെ ഫേസ്ബുക്ക് കുറിപ്പ് എന്നതും ശ്രദ്ധേയമാണ്. 24 തിരുവനന്തപുരം. ലോക്സഭയിലെ സീറ്റ് എണ്ണം 850 ഉയർത്തി വനിതാ സംവരണം നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ ഒറ്റക്കെട്ടായി എതിർക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളുടെ യോഗത്തിൽ തീരുമാനം. പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ കൊണ്ടുവരുന്ന 3 ബില്ലുകളെയും എതിർക്കും. പുതിയ ഭേദഗതികൾ ഇല്ലാതെ നിലവിലെ വനിതാ സംവരണ ബിൽ നടപ്പിലാക്കണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. നാളെ തമിഴ്നാട്ടിൽ DMK കരിങ്കൊടി പ്രതിഷേധം നടത്തും. സംസ്ഥാനങ്ങളുമായി സമവായത്തിലെത്താതെ കേന്ദ്രം മുന്നോട്ടു പോകുന്നത് ആശങ്കാജനകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. വനിതാ സംവരണ ഭേദഗതി ബിൽ ചർച്ച ചെയ്യാൻ 3 ദിവസത്തെ പാർലമെന്റ് പ്രത്യേക സമ്മേളനത്തിന് നാളെ തുടക്കമാകാനിരിക്കെയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ യോഗം ചേർന്ന് നിലപാട് തീരുമാനിച്ചത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വനിതാ സംവരണം നടപ്പാക്കാനാണ് ബില്ലിലെ വ്യവസ്ഥ. എന്നാൽ മണ്ഡല പുനർനിർണയം തിരക്കിട്ടു നടത്തുന്നതിനോട് യോജിപ്പില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഭേദഗതികളില്ലാതെ നിലവിലെ വനിതാ സംവരണ ബില്ല് നടപ്പാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. സ്ത്രീ സംരക്ഷണത്തിന് എതിരല്ലെന്നും നിലവിൽ ബില്ല് കൊണ്ടുവരുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്നും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. All party we are going to take one stand. We unitedly should fight in parliament and we'll oppose this bill. But I want to tell you we are not against the reservation. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോക്സഭയിൽ പ്രാതിനിധ്യം നഷ്ടമാകുമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സംസ്ഥാനത്തു നിന്നുള്ള MP-മാരുടെ യോഗം വിളിച്ചു. നാളെ DMK സംസ്ഥാന വ്യാപകമായി കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിക്കും. நாளைக்கு நாடாளுமன்றத்தில் அவங்க கொண்டு வர போற சட்ட திருத்தத்துக்கு எதிர்ப்பை காட்டுற மாதிரி தமிழ்நாட்டில் எல்லாரும் நம்ம வீட்டில் கருப்பு கொடியை ஏற்றுவோம். கருப்பு சட்டத்தை எதிர்த்து நம்ம எதிர்ப்பின் அடையாளமா കറുപ്പ് കൊടിയെ ഏറ്റുவோம். ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയുണ്ടാകില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. അതേസമയം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്താൽ ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ ആവശ്യമായ 3/2 ഭൂരിപക്ഷം സർക്കാരിന് ലഭിക്കില്ല. മണ്ഡല പുനർനിർണയമില്ലാതെ വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള വ്യവസ്ഥകൾ പ്രതിപക്ഷം പാർലമെന്റിലെ ചർച്ചയിൽ അവതരിപ്പിച്ചേക്കും. ഇതിനിടെ വനിതാ സംവരണത്തെ പിന്തുണച്ച് മുൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. 24 ഡൽഹി. ശബരിമല യുവതീ പ്രവേശന വിധിയിൽ നിർണായക നിരീക്ഷണവുമായി സുപ്രീംകോടതി. ദശലക്ഷങ്ങൾ വിശ്വസിക്കുന്ന ആചാരം തെറ്റാണെന്ന് പറയുക കോടതിക്ക് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നിരീക്ഷണം. പൊതുതാൽപര്യ ഹർജി നൽകിയത് വിഷയവുമായി ബന്ധമുള്ള കക്ഷിയല്ല എന്ന് ജസ്റ്റിസ് നാഗരത്നയും നിരീക്ഷിച്ചു. ശബരിമലയിൽ സ്ത്രീകളെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ലെന്നും ലിംഗവിവേചനമുണ്ടെന്ന് പറയാനാകില്ല എന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് വാദിച്ചു. ശബരിമല യുവതി പ്രവേശനത്തിനെതിരായ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണച്ച് ദേവസ്വം ബോർഡ് വാദങ്ങൾ ഉന്നയിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണം. സാമൂഹിക പരിഷ്കരണത്തിന്റെ പേരിൽ ഒരാൾക്കും മതത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ആചാരം തെറ്റാണെന്ന് പറയുക കോടതിക്ക് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് ചീഫ് ജസ്റ്റിസ്.
യുവതി പ്രവേശന വിലക്കിനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം കേൾക്കാതെ വിലക്ക് റദ്ദാക്കുന്നതെങ്ങനെയെന്ന് ജസ്റ്റിസ് MM സുന്ദരേഷും ആരാഞ്ഞു. പൊതുതാൽപര്യ ഹർജി നൽകിയത് വിഷയവുമായി ബന്ധമുള്ള കക്ഷിയല്ലെന്ന് ജസ്റ്റിസ് നാഗരത്നയും നിരീക്ഷിച്ചു. ശബരിമലയിൽ ലിംഗവിവേചനം ഇല്ലെന്നാണ് ദേവസ്വം ബോർഡ് നിലപാടെടുത്തത്. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ ഏക ക്ഷേത്രമാണ് ശബരിമല. അതുകൊണ്ടാണ് ഭക്തർ അവിടെ പോകുമ്പോൾ വ്രതം അനുഷ്ഠിക്കേണ്ടി വരുന്നത്. ശബരിമലയിൽ സ്ത്രീകളെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ല. 10 വയസ്സിന് താഴെയും 50 വയസ്സിന് മുകളിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടെന്നും ദേവസ്വം ബോർഡ് കോടതിയിൽ പറഞ്ഞു. സമൂഹത്തിന്റെ വിശ്വാസം അംഗീകരിക്കാൻ കോടതി ബാധ്യസ്ഥരാണെന്നും ദേവസ്വം ബോർഡിനായി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സ്വിംഗി വാദിച്ചു. കേസിൽ നാളെ വീണ്ടും വാദം തുടരും. 24 ഡൽഹി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് അടച്ച സ്കൂളുകളും കോളേജുകളും തുറക്കാൻ UAE ഈ മാസം 20 മുതൽ ക്ലാസുകൾ പുനരാരംഭിക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഹൈബ്രിഡ് രീതി സ്വീകരിക്കുന്നതിൽ സ്വകാര്യ വിദ്യാലയങ്ങളിലെ മാനേജ്മെന്റുകൾക്ക് തീരുമാനം എടുക്കാം. മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. റഹീസ്, അങ്ങനെ കാര്യങ്ങളെല്ലാം സാധാരണ നിലയിലേക്ക് എത്തുകയാണല്ലേ? ഇതിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള സന്തോഷമായി പകരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ ഈ സംഘർഷം അവസാനിച്ചതോടുകൂടി താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനമൊക്കെ വന്നതിന് പിന്നാലെ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. കാരണം ഏതാണ്ട് 50 ദിവസം ആകുന്നു ഈ സ്കൂളുകളൊക്കെയും അടച്ചിട്ടിട്ട്. കറക്റ്റ് 20-ാം തീയതി ആകുമ്പോഴേക്കും അത് 50 ദിവസമാകും. ഫെബ്രുവരി 28-ന് സ്കൂളുകൾ അടച്ചതാണ്. പിന്നീട് ഓൺലൈൻ രീതിയിലും ഒപ്പം തന്നെ സ്പ്രിംഗ് അവധി നേരത്തെ ആക്കിയും ഒക്കെയാണ് UAE ഈ എല്ലാ സ്കൂളുകളിലും അധ്യയനം മുന്നോട്ട് പോയത്. അപ്പോൾ പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്കൂളുകളിലടക്കം. അതൊക്കെയും ഓൺലൈനായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും വന്നിരിക്കുന്നത്. അത് UAE-യിലെ എല്ലാ സ്കൂളുകൾക്കും 20-ാം തീയതി മുതൽ ഓഫ്ലൈനായി പ്രവർത്തിക്കാം. അതായത് പഠനം ക്ലാസ് മുറികളിലേക്ക് വീണ്ടും എത്തുകയാണ്. അവിടെ കൃത്യമായിട്ടുള്ള ചില സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒരു മാനസികാരോഗ്യം വീണ്ടെടുക്കാനുള്ള ക്ലാസുകൾ നടത്തണം എന്നുള്ളതൊക്കെ അടക്കമുള്ള പൊതുനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിനായിട്ട് അധ്യാപകർക്ക് പ്രത്യേകമായിട്ടുള്ള ചില ക്ലാസുകളൊക്കെയും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നാലെ 20-ാം തീയതി സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാം എന്നുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഹൈബ്രിഡ് രീതികൾ ചില സ്വകാര്യ സ്കൂളുകൾക്ക് സ്വീകരിക്കാം. അതിന് മുൻകൂട്ടി അനുമതി തേടണം. അവർക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. സർവകലാശാലകൾക്കും ഈ തീരുമാനം ബാധകമാണ്. ദിൽന. ശരി, മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിവരം നൽകിയത്. UAE-യിൽ ആശ്വാസകരമായ വാർത്ത. ഇറാൻ അമേരിക്ക 2ാം ഘട്ട സമാധാന ചർച്ചകൾ സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നതിനിടെ പാക് സൈനിക മേധാവി ഇറാനിൽ. ഫീൽഡ് മാർഷൽ അസീം മുനീറാണ് ടെഹ്റാനിലെത്തിയത്. അമേരിക്കയുടെ വെടിനിർത്തൽ നിബന്ധനകൾ ഇറാന് കൈമാറാനും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ ഊർജിതമാക്കാനുമാണ് അസീം മുനീർ ഇറാനിൽ എത്തിയത് എന്നാണ് സൂചന. 2ാം ഘട്ട ചർച്ചകൾ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുമെന്നും സൂചനയുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള 2ാം ഘട്ട സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായാണ് പാക് സൈനിക മേധാവി ടെഹ്റാനിലെത്തിയത്. ടെഹ്റാൻ വിമാനത്താവളത്തിലെത്തിയ അസീം മുനീറിനെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നേരിട്ടെത്തി സ്വീകരിച്ചു. പാക് ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വിയും നയതന്ത്ര സംഘവും അസീം മുനീറിനൊപ്പം ടെഹ്റാനിലെത്തിയിട്ടുണ്ട്. സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനാണ് പാക് സംഘം എത്തിയിരിക്കുന്നതെന്നാണ് സൂചന. നേരത്തെ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് 4 ദിവസത്തെ വിദേശ പര്യടനത്തിനായി പുറപ്പെട്ടിരുന്നു. സൗദി അറേബ്യ, തുർക്കി, ഖത്തർ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് ഷെഹബാസ് ഷെരീഫ് പുറപ്പെട്ടത്. അതേസമയം ചർച്ചകൾ മറ്റേതെങ്കിലും രാജ്യത്ത് നടക്കുമോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അസീം മുനീറിന്റെ സന്ദർശനത്തിനിടെ ഇറാനും തങ്ങളുടെ നിർദ്ദേശം മുന്നോട്ട് വെച്ചേക്കും. മരവിപ്പിച്ച ഇറാന്റെ സ്വത്തുക്കൾ കൈമാറൽ, ലെബനോണിലെ വെടിനിർത്തൽ എന്നീ നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുക. അതിനിടെ അമേരിക്കയ്ക്കെതിരെ ഭീഷണിയുമായി IRGC രംഗത്തെത്തി. ഹോർമുസിലെ അമേരിക്കൻ ഉപരോധം തുടർന്നാൽ ചെങ്കടൽ, പേർഷ്യൻ ഗൾഫ്, ഒമാൻ കടലിടുക്ക് എന്നിവിടങ്ങളിലെ കപ്പൽ ഗതാഗതം തടയുമെന്നാണ് ഭീഷണി. ഇറാനെതിരായ ഹോർമുസ് ഉപരോധം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായി കണക്കാക്കുമെന്നും IRGC അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇന്റർനാഷണൽ ഡെസ്ക് 24. കോഴിക്കോട് കോൺവെന്റ് റോഡിൽ 6 മാസം വളർച്ചയെത്തിയ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. തീർത്ഥാടക സംഘത്തോടൊപ്പം കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ എത്തിയ യുവതിയാണ് പ്രസവിച്ചത്. പ്രസവ വേദന വന്നതോടെ പള്ളിക്ക് പുറകിൽ പ്രസവിച്ചു എന്നാണ് യുവതിയുടെ മൊഴി. യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രിൻസിപ്പലിന്റെ വിശദീകരണം തള്ളി കുടുംബം. പ്രിൻസിപ്പൽ പറയുന്ന കാര്യങ്ങളിൽ സംശയമുണ്ടെന്നും നിതിന്റെ ഫോൺ പിടിച്ചുവാങ്ങിയതാണെന്നും സഹോദരി രാഖി പ്രതികരിച്ചു. കോളേജ് അധികൃതർക്ക് എതിരെ കർശന നടപടിക്ക് ആരോഗ്യ സർവകലാശാല VC-ക്ക് ഗവർണർ നിർദ്ദേശം നൽകി. നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ ഡോക്ടർ MK റാമിന് പുറമെ 8 അധ്യാപകർക്കെതിരെ കൂടി പരാതി നൽകാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ഡോക്ടർ MK റാമിനെ കൂടാതെ മറ്റ് ചില അധ്യാപകരും വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ആരോപണം.
ഇത്തരത്തിൽ പരാതിയുള്ള 8 അധ്യാപകർക്കെതിരെ മാനേജ്മെന്റിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ ഇമെയിൽ മുഖേന അറിയിക്കാൻ വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾ നിർദ്ദേശം നൽകി. അതിനിടെ ഒളിവിൽ കഴിയുന്ന MK റാമിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ഒരു ബാച്ചിൽ ബോയ്സ് എന്ന് പറയുന്ന കൗണ്ട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ബോയ്സ് അയാളുടെ ഒരു ടാർഗറ്റാണ്. ബോയ്സിൻ്റെ താടി, മീശ, മുടി ഇതൊക്കെ വെച്ചിട്ട് അയാൾക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കൽ. ഇനിയിപ്പോൾ ക്ലാസ്സിൽ വന്നിട്ട് അയാൾ ഫസ്റ്റ് ഫോക്കസ് താടിയാണെങ്കിൽ ആ താടി കളയാതെ ക്ലാസ്സിൽ കയറാൻ പിന്നെ നമുക്ക് അവസരമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും വഴിയുണ്ടാക്കി ചെയ്യുന്ന അറ്റൻഡൻസ് അയാൾ കട്ട് ചെയ്യണം. ഇതിനിടെ നിതിൻ രാജിന്റെ മറ്റൊരു ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നു. ആരൊക്കെ തളർത്തിയാലും ഡോക്ടറായിട്ടേ പുറത്തിറങ്ങൂ എന്ന് സഹപാഠിക്കയച്ച സന്ദേശത്തിൽ നിതിൻ പറയുന്നു. പിന്നെ ഡിപ്പാർട്ട്മെന്റിനെതിരെ അവരെന്തായാലും ആക്ഷൻസ് എടുക്കുമെന്ന് പറഞ്ഞു. കാരണം കുറേ കംപ്ലൈൻറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ എൻ്റെ അടുത്ത് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മെൻ്റലി തളർത്തുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡ്രോപ്പ് ആക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കുന്ന ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുത്തിരിക്കും. നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ ആരോഗ്യ സർവകലാശാല VC-ക്ക് നിർദ്ദേശം നൽകി. അതേസമയം ദന്തൽ കോളേജ് അധികൃതരുടെ വാദങ്ങൾ തള്ളി നിതിൻ രാജിന്റെ കുടുംബം രംഗത്തെത്തി. നിതിന് എന്തൊക്കെ ചികിത്സകളാണ് നൽകിയതെന്ന് വ്യക്തമാക്കണമെന്ന് സഹോദരി രാഖി. ഇപ്പോൾ കണ്ട വീഡിയോസിലൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ചാടിയത് എത്രത്തോളം ദൂരത്തിൽ, അവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ വീണതൊരു കെട്ടുകല്ലിൻ്റെയൊക്കെ പുറത്താണ്. അവിടെ ബ്ലഡിൻ്റെ ഒരു സാമ്പിളോ ഒന്നുമില്ല. അതുപോലെ അവരെ കൊണ്ടുപോയി കൊടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണ്? മെഡിക്കൽ കോളേജിൽ 2 മണിക്കൂറോളം ഇട്ടിരുന്നെന്ന് പറയുന്നു. എന്നിട്ട് ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ വയ്യാതെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ എത്ര സമയം വേണം? എന്നിട്ട് 5 പാക്കറ്റ് ബ്ലഡ് അടിച്ച് അവൻ എന്ത് ട്രീറ്റ്മെൻറ്റ് അവർ കൊടുത്തു, ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്ന് ഞങ്ങൾക്ക് അറിയണം. നിതിൻ രാജിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും വിദ്യാർത്ഥികൾക്ക് ചാൻസലറുമായി ബന്ധപ്പെടാനുള്ള സംവിധാനം ഒരുക്കണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. 24 കണ്ണൂർ. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് അനധികൃതമായി കൈവശപ്പെടുത്തിയ മിച്ച ഭൂമിയിൽ നിന്ന് കണ്ണൂർ താലൂക്ക് ലാൻഡ് ബോർഡിന്റെ കണ്ടെത്തൽ. കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് സ്ഥലം കെട്ടണം എന്ന് കഴിഞ്ഞ മാർച്ച് 6-ന് ബോർഡ് ചെയർമാൻ കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ E ഷറഫുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇടക്കാല ഉത്തരവിട്ടിരുന്നു. അഞ്ചരക്കണ്ടി രണ്ടത്തറ എസ്റ്റേറ്റ്, അഞ്ചരക്കണ്ടി എസൻഷ്യൽ ഓയിൽ കമ്പനി എന്നിവയുടെ വകയായിരുന്ന ഭൂമിയിൽ നടന്ന കൈമാറ്റങ്ങൾ റദ്ദാക്കിയാണ് കണ്ണൂർ താലൂക്ക് ലാൻഡ് ബോർഡിന്റെ ഉത്തരവ്. അബ്ദുൽ ജബ്ബാർ ഹാജിയുടെ ഉൾപ്പെടെയുള്ള 7 പേർ കൈവശം വെച്ചിരുന്ന ഈ ഭൂമിക്ക് കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം യാതൊരുവിധ ഇളവുകൾക്കും അർഹതയില്ലെന്ന് ബോർഡ് കണ്ടെത്തിയിരുന്നു. ശോഭാ സുരേന്ദ്രനോട് കടുത്ത അതൃപ്തിയിൽ BJP സംസ്ഥാന നേതൃത്വം. BJPയുടെ തിരഞ്ഞെടുപ്പ് അവലോകന യോഗ സംഘത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കി. ശോഭാ സുരേന്ദ്രനെ കുറിച്ചുള്ള തുടർച്ചയായ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. വോട്ടിനു പണം ആരോപണത്തിലും BJP സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത എതിർപ്പുണ്ട്. തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഏപ്രിൽ 23-ന് മുമ്പ് നിയമസഭാ മണ്ഡല അവലോകന യോഗങ്ങൾ പൂർത്തിയാക്കാനായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിനായി ഓരോ ജില്ലകളിലും പ്രതിനിധികളെയും തീരുമാനിച്ചിരുന്നു. ഇതിൽ നിന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിയത്. MT രമേശ്, S സുരേഷ്, അനൂപ് ആന്റണി തുടങ്ങിയ ജനറൽ സെക്രട്ടറിമാരും മുതിർന്ന നേതാക്കളും 11 ജില്ലകളിലെയും അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കും. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സോമന്റെ പരാതിയെ തുടർന്നാണ് ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിയതെന്നാണ് സൂചന. ആലപ്പുഴയിലെ മഹിളാ നേതാവ് ബിന്ദു ഉദയകുമാറിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതിനിടെ ശോഭാ സുരേന്ദ്രൻ K സോമനെ പരാമർശിച്ചിരുന്നു. വോട്ടിന് പണം നൽകി എന്ന പരാതിയിലും ശോഭയ്ക്കെതിരെ കടുത്ത എതിർപ്പാണ് പാർട്ടിക്കുള്ളിൽ പുകയുന്നത്. 24 തിരുവനന്തപുരം. കനത്ത ചൂടിൽ വലയുകയാണ് കേരളം. വരും ദിവസങ്ങളിലും ചൂടിന് ശമനമുണ്ടാകില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം 6000 മെഗാവാട്ട് കടന്ന് റെക്കോർഡിലെത്തി. പവർ കട്ടോ നിരക്ക് വർധനയോ ഉണ്ടാകില്ല എന്നാണ് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഉറപ്പ്. കടുത്ത ചൂടിൽ ജനജീവിതം ദുസ്സഹമായി. ഇടുക്കിയും വയനാടും ഒഴികെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട്, 40 ഡിഗ്രി. കൊല്ലത്ത് 38 ഡിഗ്രിയും. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രിയായും താപനില ഉയരുകയാണ്. തിരുവനന്തപുരത്ത് 36 ഡിഗ്രിയാണ് താപനില. ചൂട് കൂടുതലാണ്. നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം ചൂട് ഓവറാണ്. കഴിഞ്ഞ വർഷത്തിനേക്കാളും ചൂട് ഇപ്പോൾ കൂടുതൽ. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. കാര്യം വെച്ചാൽ എൻ്റെ ഓർമ്മയിൽ ഇത്രയും നല്ലൊരു ചൂട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഭയങ്കര ഗൾഫിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും തീവ്രമായിട്ടുള്ളൊരു ചൂട് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് അനുഭവപ്പെടുകയാണ്. പിടിച്ചിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ആവട്ടെയാണ് ഞാൻ ഓടുന്നത്, പക്ഷേ ഓടാൻ പറ്റുന്നില്ല. കൊടും വേനലിൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലെത്തി.
ഇന്നലെ 6000 മെഗാവാട്ടിന് മുകളിലായിരുന്നു ഉപഭോഗം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ലെന്നും സ്ഥിതി ചർച്ച ചെയ്യാൻ നാളെ അടിയന്തര യോഗമെന്നും മന്ത്രി. ഇപ്പോൾ തൽക്കാലം നമ്മളതിനെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. അതിനുള്ള മുൻകരുതലുകളൊക്കെ എടുത്തിട്ട് നാളെ അതിൻ്റെ അവലോകനങ്ങളുണ്ട്. അതിൽ വെച്ചിട്ട് നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ, AC-യേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ കുക്കറാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ തലവേദനയായിട്ടുള്ളത്. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ അസഹനീയമായ തോതിൽ ഇനിയും ചൂട് കൂടുമെന്നാണ് പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗം പറയുന്നത്. 24 തിരുവനന്തപുരം. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. CBSE 10ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 93.7% വിജയം. മികച്ച പ്രകടനം കാഴ്ചവെച്ച തിരുവനന്തപുരം, വിജയവാഡ മേഖലകൾ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വിഷു ആഘോഷത്തിലെ ഗുണ്ട് കയ്യിലിരുന്നു പൊട്ടി 16കാരൻ മരിച്ചു. അപകടം യൂട്യൂബ് നോക്കി സ്റ്റീൽ പാത്രത്തിനുള്ളിൽ ഗുണ്ട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരിച്ചത് കൊരയങ്ങാട് സ്വദേശി അദ്വൈത്. കോഴിക്കോട് ബാലുശ്ശേരി മങ്കയത്ത് വൻ തീപിടുത്തം. 4 ഏക്കറോളം സ്ഥലത്ത് തീ പടർന്നു. മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം. തീപിടിച്ചത് സോളാർ ഫെൻസിംഗിന്റെ ബാറ്ററി പൊട്ടിത്തെറിച്ച് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. പ്രചാരണം അവസാന ലാപ്പിലെത്തിയ തമിഴ്നാട്ടിൽ പ്രവർത്തകരെ ആവേശത്തിലാക്കി നേതാക്കളുടെ റോഡ് ഷോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗർകോവിലിൽ റോഡ് ഷോ നടത്തി. TVK അധ്യക്ഷൻ വിജയുടെ പര്യടനം ചെന്നൈയിലായിരുന്നു. പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലേക്ക് ഹെലികോപ്റ്റർ മാർഗം പോയത്. ഹെലിപ്പാഡ് മുതൽ വടച്ചേരി വരെയായിരുന്നു നാഗർകോവിലിൽ BJP പ്രവർത്തകരെ ആവേശത്തിലാക്കി മോദിയുടെ റോഡ് ഷോ. റോഡ് ഷോയ്ക്ക് ശേഷം കാത്തുനിന്ന പ്രവർത്തകരോട് നരേന്ദ്രമോദി നേരിട്ട് വോട്ടഭ്യർത്ഥിച്ചു. ചെന്നൈയിലാണ് തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയ് പ്രചാരണം നടത്തിയത്. ടി നഗർ, 1000 ലൈറ്റ്സ്, എഗ്മോർ എന്നിവിടങ്ങളിലായിരുന്നു പര്യടനം. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കാരിമംഗലത്തും സേലത്തും പര്യടനം നടത്തി. DMK സഖ്യത്തിന്റെ പ്രചാരണത്തിനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിലെത്തും. 24 നാഗർകോവിൽ, ചെന്നൈ. ബീഹാറിൽ BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൌധരി. JDU നേതാക്കളായ ബിജേന്ദ്ര പ്രസാദ് യാദവും വിജയ് കുമാർ ചൌധരിയും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. നിതീഷ് കുമാർ രാജിവെച്ചതോടെയാണ് സംസ്ഥാനത്ത് BJP മുഖ്യമന്ത്രിക്ക് കളമൊരുങ്ങിയത്. ആഭ്യന്തരം ഉൾപ്പെടെ 29 വകുപ്പുകൾ മുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി കൈകാര്യം ചെയ്യും. मैं सम्राट चौधरी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. ബീഹാറിന്റെ 21ാമത് മുഖ്യമന്ത്രിയായാണ് സാമ്രാട്ട് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്തത്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ സാമ്രാട്ട് ചൌധരിയെ BJP നേതൃത്വം തെരഞ്ഞെടുക്കുകയായിരുന്നു. താരാപൂരിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ് OBC വിഭാഗത്തിൽ നിന്നുള്ള സാമ്രാട്ട് ചൌധരി. ബീഹാറിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവായ ശകുനി ചൌധരിയുടെ മകനാണ്. RJDയിലൂടെ ആയിരുന്നു സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് സാമ്രാട്ട് ചൌധരി എത്തുന്നത്. 2014 JDUവിൽ ചേർന്നു. 2017 BJPയിലേക്ക് കളം മാറിയത്. 2023 BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റു. പട്നയിലെ ലോക്ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ BJPയുടെ മുതിർന്ന നേതാക്കളും സഖ്യകക്ഷികളും പങ്കെടുത്തു. JDU നേതാക്കളായ ബിജേന്ദ്ര പ്രസാദ് യാദവ്, വിജയ് കുമാർ ചൌധരി എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ബീഹാറിൽ BJPയുടെ ആദ്യ മുഖ്യമന്ത്രിക്കാണ് നിതീഷ് കുമാറിന്റെ രാജി വഴിയൊരുക്കിയത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.